ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ IPL ഓപ്ഷൻ കഴിയുമ്പോൾ CSK ഓൾറൗണ്ടേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ക്വാഡുമായിട്ടാണ് CSK ഈ വർഷത്തെ IPL വരുന്നത്. ഇതിൽ ചിലവർ CSKയിൽ മുന്നേ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ്. ഇതിൽ ആരൊക്കെ ഈ വർഷത്തെ IPL സ്ക്വാഡിൽ ഇടം പിടിക്കാൻ 11-ൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അതെന്തിന് രവീന്ദ്ര ജഡേജയെ CSK റീറ്റെയിൻ ചെയ്ത പ്ലെയറാണ്. CSKയുടെ ഓൾറൗണ്ടറാണ് രവീന്ദ്ര ജഡേജ. പിന്നീട് ശിവൻ ദുബൈനെ CSK നിലനിർത്തിയിരിക്കുന്നു. ശിവൻ ദുബൈയും ഓൾറൗണ്ടറാണ്. പിന്നീട് ഈ വർഷം CSK ഓപ്ഷനിലൂടെ ടീമിലെത്തിച്ച അശ്വിനാണ്. 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് CSKയിലേക്ക് അശ്വിൻ വരുന്നത്. അശ്വിൻ CSKയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ബാറ്റ്സ്മാൻ കം സ്പിന്നർ കൂടെയാണ്. ഇന്ത്യക്ക് വേണ്ടിയും CSKക്ക് വേണ്ടിയും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള അശ്വിനെ ഈ വർഷം CSK IPL ഓപ്ഷനിൽ നേടിയെടുത്തിരിക്കുകയാണ്. പിന്നീട് രക്ഷിത് രവീന്ദ്രയെയാണ് CSK ഓപ്ഷനിൽ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം CSKക്ക് വേണ്ടി ടീമിലെത്തിയ രക്ഷിത് രവീന്ദ്ര മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ന്യൂസിലാൻഡിൻ്റെ ഓൾറൗണ്ടറാണ്. ബാറ്റ്സ്മാൻ കം സ്പിന്നർ കൂടെയാണ് രക്ഷിത് രവീന്ദ്ര. പിന്നീട് സാം കെറനാണ് CSK ഓപ്ഷനിൽ എത്തിച്ചിട്ടുള്ള ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ സാം കെറൻ എന്നാണ് ഈ വർഷം CSK എത്തിച്ചിട്ടുള്ള മെയിൻ ഓൾറൗണ്ടേഴ്സ്. സാം കെറൻ മുന്നേ CSKക്ക് വേണ്ടി കളിച്ച് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. CSKക്ക് വേണ്ടി ഓപ്പണിംഗ് ഒക്കെ ചെയ്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. ബാറ്റിങ്ങിലും അതേപോലെ തന്നെ ബോളിങ്ങിലായാലും പ്രാവശ്യം വെൽ സെറ്റിൽഡ് സ്ക്വാഡാണെന്ന് പറയാൻ പറ്റും. പിന്നീടും ഒരുപാട് ഓൾറൗണ്ടേഴ്സിനെ CSK ഈ വർഷം ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതൊക്കെ ടീമിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചായിരിക്കും ഈ വർഷം CSK ഉപയോഗിക്കാനായി പോകുന്നത്. ഇതിൽ നമുക്ക് അശ്വിനെ പ്ലേയിങ് ലെവലിൽ പ്രതീക്ഷിക്കാം. രവീന്ദ്ര ജഡേജനെ ഒരു പക്ഷേ ഈ വർഷത്തെ 11-ൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് സാം കെറനും അതേപോലെ തന്നെ രക്ഷിത് രവീന്ദ്രയ്ക്ക് ഫോറിൻ കോമ്പിനേഷൻ അനുസരിച്ചായിരിക്കും 11-ൽ ഇടം പിടിക്കുക. ഒരുപാട് വേറെ ഫോറിനേഴ്സ് ആയാലും ഇന്ത്യൻസ് ആയാലും ഓൾറൗണ്ടേഴ്സ് വേറെയുണ്ട്. CSKയിൽ മുന്നേ കളിച്ചിട്ടുള്ള ഓൾറൗണ്ടേഴ്സിൻ്റെ പേരാണ് ഇവിടെ സംസാരിച്ചിരുന്നത്.